ഷേ പറയായിരുന്നോ? വന്ന് ഊബർ കാശെങ്കിലും മുതലാക്കായിരുന്നു. പറഞ്ഞില്ലെങ്കിൽ ഇനി റിഗ്രറ്റ് അടിക്കുവോ? പറയാം. എടോ, ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നറിയോ? എനിക്ക് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഡിപ്രഷനിലായിരുന്നു. അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വേണ്ടേ. തന്നെ കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് അതിന് ആപ്റ്റാന്ന് തോന്നി. അതാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ നമ്മളിപ്പം ഫ്രണ്ട്സ് ആയല്ലോ, അപ്പോൾ തനിക്ക് എന്നോട് എന്തുകൊണ്ടും തുറന്നു പറയാം. ഓ, ഫ്രണ്ട്സ് ഓക്കെ. ഈ ഫ്രണ്ട്സിനെക്കാട്ടിലും കുറച്ചുകൂടി ക്ലോസ് ആയിട്ട്, മനസ്സിലായോ? അല്ലേ പറഞ്ഞ ലവും മാരേജ് ഒന്നും വേണ്ടെന്ന്. അതിൽ കൂടുതൽ ഇപ്പം എന്ത് ക്ലോസ്? ഓ, ഈ പൊട്ടനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? എന്താണ്? ഈ ലിവിങ് ടുഗെദർ. ഓ, ലിവിങ് ടുഗെദർ. സോറി, തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാനും തന്നെ പോലൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലായിരുന്നേ. ഈ ഡിപ്രഷനൊക്കെ അടിച്ച് പണ്ടാരടങ്ങിയിരുന്നപ്പോഴാണ് ഏതൊരു ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് അവരെ കസ്റ്റമർ കെയറൊക്കെ വിളിച്ച് ഈ ലിവിങ് ടുഗെദർ എന്നൊക്കെയുള്ള ഐഡിയ എന്നോട് പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോൾ അത് വർക്കാവും തോന്നി. ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും താനാദ്യമേ ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കളിയാണ് പോയി. ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് ലിവിങ് ടുഗെദർ.